ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. ഞങ്ങളും ഓണത്തിൻ്റെ തിരക്കിൽ തന്നെയായിരുന്നു. ഞങ്ങളൊരു 7 ഫാമിലി കൂടി എല്ലാവരും കൂടി ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും 1-2 കറികൾ ഓരോ ഫാമിലിക്ക് വീതിച്ച് കൊടുത്തേക്കാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇത് അനൂപേട്ടൻ്റെ ഫ്ലാറ്റിലാണ് ഒത്തുകൂടിയിട്ടുള്ളത്. ഇവർക്ക് സാമ്പാർ കിട്ടിയ കാരണം കൊണ്ട് ഇവരെ കഷ്ണങ്ങൾ അരിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കാണ്. അന്ന് തലേ ദിവസം സംഗീതയുടെ സ്പെഷ്യൽ സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസം കഴിച്ചു, കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ത്തിൻ്റെ അന്നാണിത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് മോര് കറിയും അതുപോലെ രസം വയ്ക്കുക, പിന്നെ ചോറ് വയ്ക്കുക, അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഓരോ ഫാമിലിക്കും 2 ഡിഷ് കറികളൊക്കെ ആയിട്ട് എല്ലാവരുടെ കറികൾ വെക്കാനുള്ള കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ഏറ്റെടുത്തേക്കായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ ഓണത്തിന് സദ്യ ഇങ്ങനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അന്ന് കുറേ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഹോട്ടലുകാരെ, കാരണം അവരും വളരെ നേരത്തെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും കറികളൊക്കെ നാശമായി തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ പ്ലാൻ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ തന്നെ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഓരോ ഫാമിലിക്കും 2 ഡിഷ് കറികളൊക്കെ ആയിട്ട് വീതിച്ച് കൊടുത്തു. അവരവർക്ക് ഏറ്റവും ആരൊക്കെയാണ് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള കറികൾ വെക്കാൻ എക്സ്പേർട്ടായിട്ടുള്ളവരെ സെലക്ട് ചെയ്യാം ഫസ്റ്റ്. അത് കഴിഞ്ഞ് അവസാനമൊക്കെ ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ എടുത്തു. അങ്ങനെ പല വീട്ടിലും നടന്ന വിഭവങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. കേബേജ് ഉപ്പേരി, പൈനാപ്പിൾ കിച്ചടി, പപ്പടം, അതുപോലെ കൂട്ടുകറി, ചോറ്, സാമ്പാർ, അവിയൽ, എലിശ്ശേരി, ഇഞ്ചംപുളി, അങ്ങനെ എല്ലാവരും കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറികളൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഞങ്ങളൊരു പൂക്കളിട്ട് ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഹറിബറിയായിട്ടൊക്കെ മാറി. അങ്ങനെ ഞങ്ങൾ 1 മണിക്കാണ് ഹാളിലെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും സാധനങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ച് ഇരിക്കുകയാണ്, ഉരുളി പിടിച്ചിട്ട് ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാളിലോട്ട്. 21 തരം വിഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പായസം, ചോറും അത് കൂട്ടിയിട്ടില്ല. പായസം ഞങ്ങൾ മേടിക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ ശർക്കരപ്പേരി, ചിപ്സ്, ഉപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ മേടിക്കുകയാണ് ചെയ്തത്. ബാക്കിയെല്ലാം അത് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിവിടെ ഹാളിൽ എത്തി. ഇനി നമ്മൾ പൂക്കളം ഇടണം, അതുപോലെ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും എത്തിയതിന് ശേഷം പിന്നെ അവിടെ ഒരു സൈഡിൽ പൂക്കൾ പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് റിസ്വാനയുടെ അനിയത്തിയാണ്. അവർ നാട്ടിൽ നിന്ന് ഇവിടെ ഓണം ആഘോഷിക്കാൻ എത്തിയവരാണ്. അപ്പോൾ അവളാണ് ഞങ്ങൾക്കെല്ലാം വരച്ച് തന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ബാക്കിയെല്ലാം ഞങ്ങൾ സൈഡിൽ കൂടെ എല്ലാം ഹെൽപ്പ് ചെയ്തു. ഒരു സൈഡിൽ എല്ലാവരും പൂക്കളിട്ടുകൊണ്ടിരിക്കുന്നു, മറ്റേ സൈഡിൽ എല്ലാവരും കറികൾ കൊണ്ടുവന്നിട്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പൂക്കളം. ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്, മുഴുവനായിട്ടില്ല. കാരണം ഈ പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ ഉഷാറോട് കൂടിയിട്ട് വീണ്ടും പൂക്കളിടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടി ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്, കാരണം അവരവർ വെച്ച കറികൾ തന്നെയാണ് ഇന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സന്തോഷം എല്ലാവരുടെ മുഖത്തുണ്ട് കേട്ടോ. കുറച്ച് കഷ്ടപ്പാടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം ഞങ്ങൾക്കിപ്പോൾ ഇത്രയധികം പേർക്ക് വെക്കാനുള്ള പാത്രങ്ങളൊന്നും എല്ലാവരുടെ കയ്യിലും ഇല്ല. എന്നാലും അതൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും അതിനു വേണ്ടി മെനക്കെട്ടവരാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം എല്ലാവരുടെ മുഖത്തുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹസ്ബൻഡുമാരും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവർ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാനും അതുപോലെ കഷ്ണങ്ങൾ അരിയാനൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൂക്കളിടൽ കഴിഞ്ഞ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ പൂക്കളം. കറികളെല്ലാതും എത്തിക്കഴിഞ്ഞു, നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഈ പാത്രങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കിയിട്ട് വിളമ്പാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം തന്നെ നമ്മുടെ സദ്യ ഉണ്ടായിരുന്നത് കുട്ടികളാണ്. ഒരു 16 കുട്ടികൾ തന്നെ ഉണ്ട് ഞങ്ങളുടെ ഇതിൽ. അതിൽ 2-3 പേര് ചെറിയ ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാതും സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ചേക്കാണ്. കാളൻ, ശർക്കരപ്പേരി, മാങ്ങച്ചാറ്, ഉപ്പ്, ഇഞ്ചിപ്പുളി, കായവറുത്തത്, പഴം, കുക്കുംബർ പച്ചടി, പപ്പടം, എലിശ്ശേരി, ഓലൻ, അവിയൽ, രസം, സാമ്പാർ, പൈനാപ്പിൾ കിച്ചടി, മോരുകറി, കൂട്ടുകറി,
കാബേജ് ഉപ്പേരി, മാങ്ങ ചമ്മന്തി, ചോറ്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വിഭവങ്ങൾ. ഇനി പായസം ഉണ്ട് ഇതിൽ. ഇനിയിപ്പോൾ ഇതിൽ ഓർഡർ തെറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് ആദ്യം വിളമ്പാനുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോൾ അവരുടെ ഇലയിലൊക്കെ വിളമ്പി തുടങ്ങി. അപ്പം ഇനി അവരാണ് ഫസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ. അങ്ങനെ കുട്ടികളുടെ സദ്യ കഴിക്കൽ ഒരു ബിഗ് ടാസ്ക് ആയിരുന്നു. അങ്ങനെ അവരുടെ പരിപാടി കഴിഞ്ഞു, സദ്യ പരിപാടി കഴിഞ്ഞു. അടുത്തത് ഞങ്ങളാണ് ഇരുന്നത് കേട്ടോ. ഇവരും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ, ഓണം ഉണ്ണാൻ വേണ്ടിയിട്ട്. ഈ ബിൽഡിങ്ങിലെ സെക്യൂരിറ്റീസാണ് ഇവർ. അപ്പോൾ ഇവരും ഞങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇരുന്നത് ഇവരാണ് കേട്ടോ. ഇവരെ 5 പേരാണ് ലാസ്റ്റ് ഇരുന്നത്. അപ്പോൾ അവർക്കുള്ള ഇല കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈ കഴുകാൻ പോയിക്കായിരുന്നു. അപ്പോഴേക്ക് ഇവർ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവർക്ക് അവരും വിളമ്പി ഞങ്ങളും വിളമ്പി.
जिंदगी में कभी भी जिंदगी में इतना अच्छा सद्य में कभी भी नहीं देखा. പൈനാപ്പിൾ ഞാൻ സെലക്ട് ചെയ്തു അത് പിള്ളേർ പൈനാപ്പിൾ ഞാൻ Bye. അങ്ങനെ ഞങ്ങളുടെ സദ്യ ഉണ്ണൽ എല്ലാവരുടെയും കഴിഞ്ഞു. എല്ലാ ട്രിപ്പും 3 ട്രിപ്പ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കറികളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം ബാക്കിയുണ്ട്. നമുക്ക് പിറ്റേ ദിവസത്തേക്കും എൻ്റെ പിറ്റേ ദിവസത്തേക്കും കൂട്ടാനുള്ളതൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവസാനമായപ്പോൾ ഇതെല്ലാവരും പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത് കേട്ടോ. ഇനിയാണ് നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ മലയാളി മങ്കയും മാവേലിയും ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളി മങ്കേനെയും മാവേലിയും നമുക്ക് കാണാം. മലയാളി മങ്കയായിട്ടുള്ളത് സുബിൻ്റെയും അമിതയുടെയും മോളായ റേച്ചലാണ്. ഞങ്ങൾക്ക് ഉണ്ണിമാവേലിയാണുള്ളത്. വലിയ മാവേലികളെയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഉണ്ണിമാവേലിയായിട്ട് നവയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയായി. അപ്പോൾ ഗെയിമുകൾ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗെയിമും പരിപാടികളൊക്കെ നമുക്ക് കണ്ടാസ്വദിക്കാം. ആദ്യത്തെ കളി എന്ന് പറയുന്നത് അരയിൽ ചരട് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റത്ത് ഒരു കുപ്പി കെട്ടിയിട്ടുണ്ട്. അത് താഴത്തൊരു ബോളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആ കുപ്പി കൊണ്ട് തട്ടി ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കണം. അപ്പോൾ ആദ്യം ഒരു സെറ്റ് ടീമിനെ നിർത്തി, എന്നിട്ടാണ് സെക്കൻഡ് ടീമിനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് നിർത്തി അവരെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശംഭു ആണ് ഫസ്റ്റ് ടീമിൽ ജയിച്ചത്. ഇനി അടുത്തത് ചെറിയ പിള്ളേർക്കാണ് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അവരെ.
അങ്ങനെ അടുത്ത ടീം ഇരുന്നു, അതായത് ബലൂണ് മുകളിലേക്ക് തട്ടുക, നരങ്ങിയിട്ട് പോവുക, അങ്ങനെയാണ് ഗെയിം ഉണ്ടായിരുന്നത്. അടുത്തത് നമ്മുടെ സ്ഥിരം ഗെയിമാണ് മ്യൂസിക്കൽ ചെയർ. അപ്പോൾ ഇതിൽ പാട്ട് ഞാൻ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് പാട്ട് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മ്യൂസിക്കൽ ചെയർ കാണാം. അടുത്തത് ലേഡീസിൻ്റെ ആയിരുന്നു കേട്ടോ, മ്യൂസിക്കൽ ചെയർ തന്നെ. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളുടെ മ്യൂസിക്കൽ ചെയറിൽ വാശിയേറിയ മത്സരത്തിലെ ബിനിനെയാണ് കേട്ടോ ജയിച്ചത്. അങ്ങനെ സദ്യയും കഴിഞ്ഞു, കളികളും കഴിഞ്ഞു, അങ്ങനെ എല്ലാവരും ഇരിപ്പായി. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായി പാട്ട് പാടുന്ന ആളാണ് റസ്ല. അപ്പോൾ റസ്ലയുടെ പാട്ട് ഞങ്ങളെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സമ്മാന വിതരണമായിരുന്നു കേട്ടോ. അതൊരു സംഭവ ബഹുലമായിരുന്നു. നിങ്ങൾ കണ്ടൊന്ന് കണ്ടോക്ക്. അങ്ങനെ അത് ഒരുവിധം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്തു. അപ്പോഴേക്ക് നമ്മുടെ പൂക്കളവും പോയി, ബലൂൺ പൊട്ടിക്കലും അങ്ങനെയുള്ള ഒരു ഒരു വിധമാക്കി എല്ലാവരും കൂടി പൂക്കളൊക്കെ പറപ്പിച്ചു എല്ലാവരും. അങ്ങനെ ഞങ്ങളുടെ ഓണം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഓണം സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് പ്രവർത്തിച്ചവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.